ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ മാസ്ഫോർട്ട് ഒയാസിസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോവുകയാണ്. ഇറ്റ്സ് എ ടൂറിസ്റ്റ് ഒരു സ്പോട്ടാണ്. അത് ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യുന്നത് ഹത്തയാണ്. അജ്മാനിന്ന് അപ്രോക്സിമേറ്റ്ലി അജ്മാനിൽ ഒരു 90 മിനിറ്റ്സിൻ്റെ ഡ്രൈവ് ഉണ്ട് ആക്ച്വലി ഈ മാസ്ഫോർട്ട് എന്ന് പറയുന്നത് സ്ഥലത്തേക്ക്. ഫുൾ ഓഫ് മൗണ്ടെയ്ൻസ് ആണ്. ഭയങ്കര റോഡ് ഓൺ ദ വേ ഒരുപാട് മൗണ്ടെയ്ൻസ്, വലിയ വലിയ മൗണ്ടെയ്ൻസ് ആണ്. ആക്ച്വലി വെരി നൈസ് പ്ലേസ് ആണ് കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഈ ഏരിയ ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് പണ്ടെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടുത്തെ ഈ സോയിൽ ഉണ്ടല്ലോ, ഭയങ്കര ഫെർട്ടൈലായിട്ടുള്ളൊരു സോയിലാണ് ആക്ച്വലി. ഇവിടുത്തെ ഈ ഒയാസിസ് എന്നുള്ള വെള്ളം, ഈ ഒയാസിസിൽ കാണുന്നുണ്ടല്ലോ ഫുൾ വെള്ളമാണ്. ചെറിയ ഒയാസിസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെറിയ ചെറിയ ഈ ഡെസേർട്സിൽ ചെറിയ ചെറിയ വാട്ടർ കാണാൻ പറ്റുന്ന സ്പേസിനെയാണ് നമ്മൾ ഈ ഒയാസിസ് എന്ന് പറയുന്നതല്ലോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം ആക്ച്വലി മെയിൻലി വരുന്നത് ഹജാർ എന്ന് പറഞ്ഞ മൗണ്ടെയ്ൻസ് എന്നാണ്. ഇവിടെ ഫുൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ പോകുന്ന വഴിക്ക് മുഴുവൻ വലിയ വലിയ മൗണ്ടെയ്ൻസ് ആണ്. അപ്പം ഭയങ്കര നല്ല ഗ്രീനറി ആയിട്ട് നല്ല ചൂടുണ്ട്. ആക്ച്വലി ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ദുബായിൽ നിന്ന് ഒരു 2:30 കഴിയുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയത്. നമ്മൾ ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട് ആക്ച്വലി. അപ്പം നല്ല കുട്ടികൾക്കെല്ലാം കളിക്കാൻ വേണ്ടിയിട്ടും എല്ലാം നല്ല സ്പേസ്, നല്ലൊരു സ്ഥലമാണ് ആക്ച്വലി. പക്ഷെ നല്ല ചൂടാണ്. നമ്മൾ പിന്നെ ആ ഭാഗത്ത് അങ്ങനെ റോഡാണ് ആക്ച്വലി. ഇത് ചായ അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പം നിങ്ങൾ ഫുഡെല്ലാം എന്തെങ്കിലും കരുതിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ടീ ഷോപ്പ് അങ്ങനെയൊന്നും അവൈലബിൾ അല്ല അവിടെ. നിങ്ങൾക്ക് ക്യാമ്പിങ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഭയങ്കര നല്ലൊരു ഗ്രീനറി, നല്ല മൗണ്ടെയ്ൻസ് എല്ലാം ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു മാസ്ഫോർട്ടിൻ്റെ മ്യൂസിയം ഉണ്ട്. അത് മസ്റ്റ് വിസിറ്റ് കേട്ടോ. നമുക്കൊരു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മാസ്ഫോർട്ടിൻ്റെ ഫുൾ സ്റ്റോറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് അറിയാൻ പറ്റും. സച്ച് എ നൈസ് പ്ലേസ്. പിന്നെ എങ്ങനെയാണ് UAE ഇൻ ദ ഏർലി സ്റ്റേജിൽ അവരെന്തെല്ലാം ഡിഫറെൻറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തത്, അതായത് ഓൾഡ് ടൈമിൽ അവർ മെയിനായിട്ട് പേൾ ഡൈവിങ്, ഫിഷിങ് അങ്ങനത്തെ എല്ലാമാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ട്രൈ ടു വിസിറ്റ്. നല്ല പ്ലേസാണ്. നമ്മൾ അത് കഴിഞ്ഞ് ഒരു 2 hours അവിടെ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ വന്നു. ഈവനിങ്ങിൽ പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. എന്നിട്ട് ഞങ്ങൾ ഹത്ത കഴിഞ്ഞ് അവിടെ നിന്ന് ഗെറ്റ് ഡൗൺ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു ചെറിയൊരു ചായൻ്റെ ഒരു ഷോപ്പ് പോയിട്ട് അവിടെ ഞങ്ങളൊരു ചായയും കൂടി